സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ ദയാവധം. എഴുതിയത് ഏമി മാത്യു. ഞാൻ പ്രഭാത നടത്തം നിർത്തിയിട്ട് മാസങ്ങളായി. നടക്കാനുള്ള ഫുട്പാത്തുകളും തണൽ മരങ്ങളും ട്രാഫിക് തീരെ കുറഞ്ഞ റോഡുകളും ബയോപാർക്കിന് ചുറ്റും നഗരം മോടികൂട്ടുന്നതിൻ്റെ ഭാഗമായി പടുത്തുയർത്തിയ അരമതിലുകളും എനിക്കിപ്പോൾ സുപരിചിതമാണ്. അതാണെൻ്റെ സ്ഥിരം പാത. എന്തെന്നാൽ അതൊരു സുരക്ഷാപാതയാണ്. ഞാൻ പല ലക്ഷ്യങ്ങളോടെയാണ് നടക്കുന്നത്. അങ്ങോട്ടുള്ള നടത്തം മങ്ങിയ വെളിച്ചം മഞ്ഞിലൂടെ അല്ലെങ്കിൽ മഴയിലൂടെ ഊളിയിട്ടിറങ്ങുമ്പോഴാണ്. അതെനിക്ക് ലാഘവത്തോടെ നടന്ന് കോവിഡ് തളർത്തിയ പേശികൾക്ക് ആരോഗ്യനില വീണ്ടെടുക്കാനും മൊത്തം ശാരീരിക ചലനങ്ങളെ ആയാസരഹിതമാക്കാനുമുള്ള ഒരു പ്രക്രിയയാണല്ലോ. അതിനും പുറമെ അപ്പോഴാണ് നമ്മുടെ ചിന്തകൾ ഉണരുന്നത്. ഉണർന്നെണീറ്റ ചിന്തകൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു ജൈവ കലവറ പോലെയാണ്. അതിലൂടെ സോഷ്യൽ മീഡിയ ആപ്പുകൾ പോലെയല്ലേ ഓരോ കാര്യവും തുറന്നു വരുന്നത്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ശത്രുക്കളുടെയും സെൽഫികൾ, ബർത്ത്ഡേ, കല്യാണം, മരണം തുടങ്ങിയ വിശേഷ മുഹൂർത്തങ്ങൾ, കരവിരുതുകൾ, പരസ്യങ്ങൾ, അന്യോന്യം വെറുക്കുന്നതിൻ്റെ, സഹിക്കുന്നതിൻ്റെ, പുകഴ്ത്തുന്നതിൻ്റെ നേർചിത്രങ്ങൾ, കൊട്ടേഷനുകൾ, കൂട്ടായ്മയുടെ ഓർമ്മശകലങ്ങൾ, കുത്തുവാക്കുകൾ, പൊങ്ങച്ച ഷോകൾ, പ്രായം മറക്കാനുള്ള നുറുങ്ങുവിദ്യകളുടെ സെൽഫികൾ, ഡയലോഗുകൾ, ഫിലോസഫി കൊട്ടേഷനുകൾ എന്നിവ വാട്സാപ്പായി തലച്ചോറിൽ മിന്നിമറയും. പിന്നെ യൂട്യൂബ് പോലെ ശബ്ദകോലാഹലങ്ങൾ നിറയും. പാടുന്നവനും പാടാത്തവനും ശബ്ദഘോഷണ പരീക്ഷണങ്ങൾ. പുറമെ ഈയിടെയായി ചില മധ്യവയസ്കകളായ അമ്മമാരും മക്കളും കൂടെ അരങ്ങു തകർക്കുകയാണ്. റിഹേഴ്സലും വേണ്ട, സ്ക്രിപ്റ്റും വേണ്ട. ഗൂഗിളിൽ പത്രവാർത്തകൾ വരുന്നതിന് സമാനമായി ഞാൻ നാടിൻ്റെയും നഗരത്തിൻ്റെയും അവസ്ഥയും ഭാവിയും വിശകലനം ചെയ്യും. ഇതെല്ലാം കഴിയുമ്പോഴായിരിക്കും ജൈവ പാർക്കിലേക്ക് റോഡ് മുറിച്ചു കടക്കാനായി സീബ്ര ലൈനിൽ കാത്തു നിൽക്കുന്നത്. പ്രഭാതത്തിലെ തിരക്ക് കുറഞ്ഞ റോഡിൽ നടക്കാനും ഒരു സുഖമാണ്. പരുപരുത്ത സിമന്റ് ബെഞ്ചിൽ നിറയെ പുളിയില പോലെ നേരിയ ചെറിയ ഇലകൾ വീണുകിടക്കുന്നു. അവ കൈകൊണ്ട് തട്ടിമാറ്റി ഒരൽപ്പനേരം ഇരിക്കാനൊരുങ്ങുമ്പോഴാണ് ഒരു ശബ്ദം വരുന്നത്. ഹലോ, നിങ്ങളുടെ ഇരിപ്പിടത്തിന് ചുവട്ടിലേക്കൊന്ന് നോക്കൂ. നിത്യവും കാണുന്ന ഓട്ടക്കാരൻ കുട്ടി. ഇന്നൊരു ഓറഞ്ച് ടീഷർട്ടും കറുത്ത നിക്കറുമാണ് വേഷം. ബെഞ്ചിന്റെ താഴെ വിരൽ ചൂണ്ടിക്കാണിക്കുന്നു. തല കുനിച്ചു നോക്കിയാലും കാണാൻ പ്രയാസമാണ്. അവനോട് തന്നെ ചോദിച്ചു, എന്താണ്? പട്ടികൾ. പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് മാറി നിന്നു നോക്കി. ശരിയാണ്, പട്ടികൾ ഒന്നും രണ്ടുമല്ല, ഒരു കൂട്ടമായി ചാഞ്ഞും ചെരിഞ്ഞും കിടപ്പാണ്. ആൻറ്റി, ഞാനും തിരിച്ചു പോകുകയാണ്. അങ്ങോട്ടൊന്നും പോകാൻ വയ്യ. തലങ്ങും വിലങ്ങുമായി കിടക്കുന്നു ഒരു 10-12 എണ്ണം. മോനെ, ഓടല്ലേ, നമുക്കൊരുമിച്ച് തിരിച്ചു നടക്കാം. കടി കിട്ടുന്നതിന് മുമ്പേ പോകാം. ധൃതിയിൽ നടക്കുമ്പോൾ സാരിയുടെ വക്ക് തട്ടി മടമ്പിനു മുകളിൽ നീറ്റൽ അനുഭവപ്പെട്ടു. ചോര പൊടിയുന്നുണ്ടോ എന്നൊന്നു നോക്കാൻ പോലും സമയമില്ല. ഓട്ടമല്ലേ. ഒരു ചുടു ചായയും കുടിച്ച് പത്രവും വായിച്ചിരിക്കേണ്ട ഞാനാണ് ഒരു പട്ടിപ്പേടിയാൽ കിതച്ചോടുന്നത്. പക്ഷേ കാര്യം നിസ്സാരമല്ല. ഇന്നലെ ഞാൻ കയറിയ ഓട്ടോയുടെ ഡ്രൈവർ ഒരു പട്ടിയെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓട്ടോ മറിഞ്ഞെന്ന്. ഭാഗ്യത്തിന് അതുണ്ടായില്ല. 2ാം നിലയിലിരുന്നു നോക്കിയാൽ എനിക്കു കാണാം നിത്യേനയുള്ള ശ്വാന സമ്മേളനം. വിജനമായ റോഡിൻ്റെ ഇരുവശത്തും സ്റ്റഫ് ചെയ്ത് ഉണക്കാനിട്ട പട്ടിരൂപങ്ങൾ പോലെ 5-10 എണ്ണങ്ങൾ പല പോസിലും കിടക്കുന്നത്. ചത്തുകിടക്കുന്നതാണെന്നേ തോന്നൂ. ആളുകളെ അവ ഗൗനിക്കുന്നേയില്ല. നിലത്തോട് ചേർത്തുവച്ച കീഴ്ത്താടി അവ ഉയർത്തുകയോ കഴുത്തു തിരിക്കുകയോ ചെയ്യാതെ ഒരു പ്രത്യേക രീതിയിൽ അനക്കമില്ലാതെ എന്റെ നടത്തം ഷോർട്ട് സൈറ്റിലും ലോങ് സൈറ്റിലും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദേഹത്തൂടെ ഒരു പട്ടിപ്പേടി പടർന്നു കയറും. പിന്നെ ദേഹം വിറയ്ക്കും. പട്ടികൾ ഒടിഞ്ഞുകിടന്ന ചെവി നീർത്തി ചാടി എഴുന്നേറ്റ് എന്നെ വളയുന്ന ഭീകര സ്വപ്നം പല രാത്രികളിലും എൻ്റെ ഉറക്കം അപൂർണമാക്കിയിരുന്നു. എനിക്ക് മാനസിക വിഭ്രാന്തി വരുമോ എന്നു പോലും ഞാൻ പേടിച്ചിരുന്നു. ആൻറ്റിയെ പട്ടി കടിച്ചിട്ടുണ്ടോ? പയ്യൻ സാഗൂതം എന്നെ നോക്കുകയാണ്. അവൻ്റെ കണ്ണിലെ കുസൃതി എനിക്കു കാണാം. നീ ഇപ്പം ഊറി ചിരിക്കുന്നതിൻ്റെ കാര്യം എനിക്ക് പിടികിട്ടി. ഒരു പട്ടി എന്നെ ഇട്ട് ഓടിക്കുന്നതും ഞാൻ സാരിയും പൊക്കിപ്പിടിച്ച് ഓടടാ ഓട്ടം ഓടുന്നതുമല്ലേ നീ മനസ്സിൽ കാണുന്നത്? എന്നിട്ട് ആർത്തലച്ചു വീഴുന്നതും.
അവൻ കൂട്ടിച്ചേർത്തു. അവനിപ്പോൾ പൊട്ടിച്ചിരിക്കുന്നു. കൊച്ചു കള്ളാ, ഞാൻ മനസ്സിൽ പറഞ്ഞു. ഓട്ടത്തിന്റെ ആരോഹണ വേഗം കുറേശ്ശെ കുറയുകയും അവരോഹണ വേഗത്തിലാകുകയും ചെയ്തു. അപ്പോഴാണ് ഞാനും അവനും ഒരേപോലെ കിതയ്ക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. അവൻ വായ തുറന്നു പിടിച്ച് നാക്കൊരൽപ്പം പുറത്തേക്കിട്ട് ശ്വാസത്തിനു വേണ്ടി പണിപ്പെടുന്നു. എന്റെ നെഞ്ചുയർന്നു താഴുന്നത് എനിക്കു കാണാം. ശ്വാസം കിട്ടാതെ വരുന്ന 2 നിമിഷത്തിൽ നമ്മൾ ഇല്ലാതാകും, മനുഷ്യരായാലും മൃഗങ്ങളായാലും. തൊട്ടുമുന്നിൽ ഞാൻ നിത്യവും കയറുന്ന ബേക്കറിയാണ്. അവിടുത്തെ സോഫ്റ്റ് ബണ്ണും ഇൻസ്റ്റന്റ് കോഫിയും എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. നേരം വെളുത്തു കഴിഞ്ഞു. ബേക്കറിയിൽ നിന്നും നല്ല കാപ്പി മണം വായുവിൽ പരന്നു. ആന്റി എന്താ ഇത്ര വേഗം നടത്തം മതിയാക്കിയത്? കപ്പിൽ സ്പൂണിട്ടിളക്കുന്ന മ്യൂസിക്കിനിടെ കുഞ്ഞുമോനെന്ന തോമസ് ആരാഞ്ഞു. എങ്ങനെ നടക്കും തോമസ്? അവിടെ നിറയെ പട്ടികളാ. നീ പത്രം വായിക്കാറില്ലേ? അറിയുന്നുണ്ട്. പത്രം തുറക്കുന്നത് തന്നെ ഇന്ന് എത്ര പേരെ പട്ടി കടിച്ചു എന്ന പേടിപ്പിക്കുന്ന വാർത്തയ്ക്കല്ലേ. ഇതിനു മുൻപ് കോവിഡ് മരണങ്ങളുടെ കണക്കായിരുന്നു. ഇതെന്തൊരു വലിയ പ്രശ്നമാണ്. എന്താണൊരു പരിഹാരം? തോമസ് ചിന്താവിഷ്ടനായി. എന്നിട്ട് പട്ടി കടിച്ചോ എന്നു പറ ആന്റി. ഇവൻ വിടുന്ന ലക്ഷണമില്ലല്ലോ. തോമസ് കാപ്പിയും ബണ്ണും നീട്ടി. വാ, ബണ്ണു തിന്നു. ഞാൻ അവനെ ക്ഷണിച്ചു. അവൻ അല്പം അടുത്തേക്ക് വന്നു. അവന് ലേശം പൊക്കം കുറഞ്ഞതായി എനിക്ക് തോന്നി. കാപ്പി വേണ്ട. അവൻ തോമസ് നീട്ടിയ കാപ്പിക്കപ്പ് സ്നേഹപൂർവ്വം നിരസിച്ചു. ഞാൻ കൊടുത്ത ബൺ വെറുതെ കടിച്ചു തിന്നുകൊണ്ട് അവൻ എൻ്റെ കഥ കേട്ടു. അന്ന് എനിക്ക് 12 വയസ്സായിരുന്നു. അയൽപക്കത്തെ കൂട്ടുകാരിയുടെ പുസ്തകം വാങ്ങുക എന്ന സദുദ്ദേശത്തോടെ അവരുടെ ഗേറ്റ് തുറന്ന് കാൽ അകത്തേക്ക് വച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ പറക്കലാണ്. ഒരു കുഞ്ഞി പക്ഷിയെ പറത്തിവിടുന്ന രസത്തോടെ അവർ കൂട്ടിൽ നിന്നും ഇറക്കിവിട്ടിരുന്ന ഒരു തടിയൻ പട്ടി എൻ്റെ പുറകെ ഓടാൻ തുടങ്ങി. ഞാൻ പറക്കാനും. ദിക്കറിയാതെ പറമ്പ് മുഴുവൻ പറന്നു നടന്ന എന്നെ ആ പട്ടി ഗേറ്റ് വഴി പുറത്തേക്ക് തുരത്തി എന്നു മാത്രമറിയാം. തോമസിനും പറയാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു തീർത്തോ എന്നൊന്നും നോക്കാതെ അവൻ ഇടയിൽ കയറി പറയാൻ തുടങ്ങി. എൻ്റെ അമ്മേ, എന്നെ പട്ടിയിട്ട് ഓടിച്ചത് ഇന്നലെ എന്ന പോലെ ഓർക്കുന്നു. ഞാനും പെങ്ങളും കൂടി ഒരിക്കൽ കൊയറിൻ്റെ പാട്ട് പഠിക്കാൻ വക്കീൽ സാറിൻ്റെ വീട്ടിൽ പോയതായിരുന്നു. അവിടെ വക്കീൽ അപ്പച്ചനും അമ്മച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4 പൊളിവാതിലിൻ്റെ താഴത്തെ 2 പാളികൾ ചാരി വെച്ചിരുന്നു. അവ തള്ളി തുറന്ന് അകത്തേക്കു കയറിയതും അവരുടെ ഒരു തന്തപ്പട്ടി കുരച്ചുകൊണ്ട് ബെഡ്റൂമിൽ നിന്നും മൂടി ഇറങ്ങി ഞങ്ങൾക്കു നേരെ കുതിച്ചു. ഹമ്മോ എന്ന് വിളിച്ച് ഞങ്ങൾ 2 ആളും അടുക്കള വഴി ഇറങ്ങി ഓടി. പട്ടി പുറകെ. വീട് ചുറ്റി ഞങ്ങൾ വീണ്ടും മുൻവശത്തുകൂടെ അകത്തു കയറി. പട്ടിയുമൊപ്പം. വീണ്ടും പുറത്തേക്ക്, വീണ്ടും അകത്തേക്ക്. ഇതിനിടയിൽ അമ്മച്ചി പട്ടിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ണിൽപ്പെട്ട ഞങ്ങൾ അവസാനത്തെ റൗണ്ട് നേരെ ഗേറ്റിന് പുറത്തേക്കോടി രക്ഷപ്പെട്ടെന്നു പറഞ്ഞാൽ മതി. തോമസിന്റെ വിവരണം തീരുമ്പോഴേക്കും കാപ്പിയും ബണ്ണും കഴിക്കാൻ വന്നവർ അയാൾക്കു ചുറ്റും കൂടി കഥ കേൾക്കുകയായിരുന്നു. തോമസേ, നിന്നെ തേടിയതാ പട്ടികൾ വരുന്നു. ആരോ പറഞ്ഞു. ശരിയാണല്ലോ, കുറേയേറെയുണ്ടല്ലോ. ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. തോമസ് ബെഞ്ചിനടിയിൽ നിന്നും ഞൊടിയിടയിൽ നീണ്ട മുളവടിയെടുത്തു. ബണ്ണുതീറ്റക്കാർ കടക്കുള്ളിലേക്ക് തിക്കി തിരക്കി കയറി. ഞാൻ ഓട്ടക്കാരൻ കുട്ടിയെ തിരഞ്ഞു. അവൻ ഇത്തവണ എന്നെ ശ്രദ്ധിക്കാതെ പട്ടി കടിക്കാതിരിക്കാൻ തിക്കിത്തിരക്കി അകത്തു കടന്നു എന്നു തോന്നുന്നു. എന്നെ പട്ടികളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതല്ലേ, ഞാൻ അവനെ ശ്രദ്ധിക്കേണ്ടതല്ലേ. പക്ഷേ അവനെ അവിടെയൊന്നും കണ്ടില്ല. ഭാഗ്യം, പട്ടികൾ ഓട്ടത്തിന്റെ ഗതി മാറ്റി റോഡ് മുറിച്ചു കടന്ന് കടയിലേക്ക് നോക്കാതെ അവ മറുവശത്തുകൂടെ ഒരു കൂട്ടമായി പോകുന്നു. വെള്ളയും പാണ്ടനും കറുപ്പു ചെവിയനും കറുപ്പുകാലനും തനിക്കറുപ്പനും വാലു പൊങ്ങിയവനും കുറിയ കാലനും നിലം പറ്റിയവനും രാജാപ്പാർട്ടും നൊണ്ടിക്കാലനും ചൊറിയനും ചൊക്ലിയും വാലാട്ടിയും തറവാടിയും ചിരവത്തലയനും ചാവാളിയും എന്നുവേണ്ട സകലമാന പട്ടികളും ഒരു ഘോഷയാത്രയായി പോകുന്നു. ഇന്ന് ആരെ കടിക്കാനാണാവോ? ആരോ സംശയം പ്രകടിപ്പിച്ചു. ശരിയാ, ഒരു ലക്ഷ്യബോധമുണ്ട് എന്ന് തോന്നുന്നു. പോക്ക് കണ്ടില്ലേ? ഇടം വലം തിരിയുന്നുണ്ടോ എന്ന് നോക്കിക്കേ. സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവയുടെ കഴുത്തിൽ നേരിയ കമ്പിവളയം ചുറ്റിയിട്ടിട്ടുണ്ടെന്നും
വളയത്തിൽ കൊരുത്ത ചങ്ങലയുടെ ഇങ്ങേ തലയ്ക്കൽ പട്ടിപിടുത്തക്കാരുണ്ടെന്നും എനിക്ക് തോന്നി. പട്ടികളുടെ ഘോഷയാത്ര സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലൊരു പട്ടി എന്നെ തിരിഞ്ഞു നോക്കുന്നതുപോലെ അത് വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ ശരീരത്തിന് ഓറഞ്ചു നിറവും കാലുകൾക്ക് കറുപ്പു നിറവുമായിരുന്നു. സംശയമില്ല, അതവൻ തന്നെ. കിതച്ചുകൊണ്ടോടുന്ന അവൻ്റെ വായിൽ അപ്പോഴും ബണ്ണുണ്ടായിരുന്നു. ആ പ്രഭാതത്തിനു ശേഷം ഞാൻ നടക്കാനിറങ്ങാറില്ല. എനിക്ക് മാനസിക വിഭ്രാന്തിയാണ് എന്ന് നാട്ടുകാർ, അല്ലെന്ന് ഞാനും. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.